ഹായ് ഫ്രണ്ട്സ്, റെസിപ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോമ്പ് തുറക്കുന്ന ടൈമിലേക്ക് വളരെ സിമ്പിളായിട്ട് എന്നാൽ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോ ചിക്കൻ പാറ്റീസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിയൊന്നും അധികം വഴറ്റാണ്ട് വളരെ പെട്ടെന്നായിട്ട് അതുപോലെ തന്നെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കിതിലേക്കുള്ള ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു പാൻ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്കൊരു 250 ഗ്രാമോളം ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടില്ലാട്ടോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാട്ടോ. അത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് നമുക്കിതൊന്ന് ഒന്നിങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ ഫ്രൈ ആയി വരുന്ന പോലെ കുറച്ച് ടൈം ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റോളം മതിയാവും. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കും ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ. 1/4 കപ്പോളം മതിയാവും. ഇപ്പോൾ വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു പോർഷൻ മാത്രം എടുത്താൽ മതി കേട്ടോ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയിലയും കൂടെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കട്ടെ. ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ നോർമലായിട്ട് വഴറ്റിയെടുക്കുന്ന പോലെ വല്ലാണ്ട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മാത്രം വഴറ്റിയെടുത്താൽ മതിയേ. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മുളകൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം തന്നെ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് കമ്മിയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സോസിൽ ഓൾറെഡി ഉപ്പ് വരുന്നതുകൊണ്ട്. പക്ഷേ ഞാനൊരു അല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 പിഞ്ചോളം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോമ്പായതുകൊണ്ട് നമുക്ക് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. നമ്മൾ സോയാ സോസ് ഒഴിച്ചാലും കുറച്ചൊരു ഉപ്പിൻ്റെ കമ്മിയായി തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് ജസ്റ്റ് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതിയേ. ഇപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ അങ്ങ് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്നും ഇങ്ങനെ തണുത്ത് വന്നപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മയോണൈസാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അത് നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു മയോണൈസിൻ്റെ വീഡിയോയും കൂടെയാണ്. അത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഞാനൊരു 3/4 കപ്പിൻ്റെ അടുത്ത് കണ്ട് മയോണൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ മയോ പാറ്റീസ്. ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആണ് ഇതൊന്ന് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് അല്പം ബ്രെഡാണ്. അപ്പോൾ വേണം ഞാനൊരു 10 പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് നോക്കിയിട്ട് വേണം നമുക്കിതിലേക്ക് എടുക്കാൻ കേട്ടോ. ഇങ്ങനെ പോകുന്ന ടൈപ്പ് ആവുമ്പോൾ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ സ്ക്വയറായിട്ട് ഇതുപോലെ നന്നായിട്ട് സ്ക്വയറായി നിൽക്കുന്ന ടൈപ്പിലുള്ള ബ്രെഡ് പീസ് എടുക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ചില ഭാഗങ്ങൾ കോണിച്ച് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എടുക്കുന്ന ടൈമിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന ബ്രെഡ് നോക്കിയിട്ട് തന്നെ ഇതിനെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബ്രെഡ് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിച്ചെടുത്താൽ മതിട്ട്. അങ്ങനെ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഇനി അതിൽ നിന്ന് ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഇതുപോലെ ആ ബ്രൗൺ കളറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കിയെടുക്കാം.
4 ഭാഗം ഇതുപോലെ ഒന്നങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുക കേട്ടോ. ആ ഒരു ബ്രൗൺ പീസ് നമുക്ക് ലാസ്റ്റിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അത് വേസ്റ്റ് ആയിട്ടൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇതൊന്ന് ആക്കിയെടുക്കേണ്ടത്. ഈ ഒരു സൈസിലായിട്ട് നമ്മളെ പാറ്റീസ് ഉണ്ടാവുകയും ചെയ്യുക. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കാം. അത് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എന്നിട്ട് എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ പീസും സൈഡ് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസാണ് വേണ്ടത്. ആ ബ്രൗൺ കളറിലെ പീസും പിന്നെ 2 ബ്രെഡും കൂടി ഇട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഈ ഒരു കളറായിട്ട് കിട്ടിയിട്ടുള്ളത്. ഫുള്ള് വൈറ്റ് ആക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക, ബ്രൗൺ കളർ യൂസ് ചെയ്യാണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ വേണ്ടത് നമുക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ 1 2 കോഴിമുട്ട എടുക്കുക. നമ്മൾ ഡിപ്പ് ചെയ്തെടുക്കുന്നതിനനുസരിച്ചിട്ട് വേണം നമുക്ക് കോഴിമുട്ടയുടെ അളവ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് മൈദയുടെ പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പോളം മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ്. സൈഡൊക്കെ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാനും കൂടെ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഒരു ബ്രെഡ് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് പരത്തി കൊടുക്കുക കേട്ടോ. ഒന്നങ്ങ് പരത്തി കൊടുക്കുക. ഒന്നിങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൈഡൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് പ്രസ്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പരത്തി എടുത്താൽ മതി. കണ്ടില്ലേ, ആ ഒരു തിക്നെസ് ഇങ്ങനെ പോയിട്ട് ഒന്ന് നൈസായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഈ ഫില്ലിങ്സ് അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ബ്രെഡിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഫില്ലിങ്സിൻ്റെ അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം. ചില ബ്രെഡ് ചെറുതാവും, അങ്ങനെ ആകുമ്പോൾ ഇത്ര അധികം വെക്കാനും കഴിയൂല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് സൈഡിലോട്ടൊന്നും അങ്ങനെ ആയി പോവാണ്ട് ഇങ്ങനെ സൈഡ് ഇങ്ങനെ വിട്ടിട്ട് സെൻറ്ററിലാക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് ആക്കിയെടുത്താൽ മതിയേ. അതിനുശേഷം ആ ഒരു മൈദയുടെ മിക്സിൽ നിന്ന് കുറേശ്ശെ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ സൈഡിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. നമുക്ക് സൈഡൊന്ന് ഒട്ടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ആക്കിയിടണം. 4 സൈഡിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. കുറച്ച് തിക്കിൽ വേണം നമ്മളുടെ ആ ഒരു മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഇനി വേറൊരു ബ്രെഡും ഇതുപോലെ തന്നെ അങ്ങ് പരത്തിയിട്ട് അതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ വേറൊരു ബ്രെഡ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പരസ്പരം ഇതുപോലെ ഒന്ന് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ ഒട്ടിയിട്ട് കിട്ടും. നമ്മൾ മൈദയുടെ ആ ഒരു മിക്സ് വെച്ചതുകൊണ്ട് ഉണ്ടല്ലോ. 4 സൈഡും ഇതുപോലെ ഒന്നങ്ങ് ആക്കിയെടുത്തിട്ടുണ്ട് അല്ലേ. ഈ ഒരു രീതിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഇതാ ഒരു മുട്ടയുടെ മിക്സിൽ ഒന്നങ്ങ് ഡിപ്പ് ചെയ്തെടുക്കാം. പെട്ടെന്ന് അങ്ങ് മുക്കിയിട്ട് ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഇനി ഈ ഒരു ബ്രെഡ് ക്രംസിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. എല്ലാ ഭാഗത്തും ആ ഒരു ബ്രെഡ് ക്രംസ് മൊത്തമായിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കുക കേട്ടോ. സൈഡിലും അതേപോലെ താഴ്ഭാഗം മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ഓരോന്നായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഓയിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടാക്കി എടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആക്കി കോരിയെടുക്കണം. ഫ്ലെയിം സിമ്മിലോട്ടൊന്നും മാറ്റാണ്ട് പെട്ടെന്ന് 2 സൈഡും അങ്ങ് ഫ്രൈ ആക്കി കോരിയെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒട്ടും ഓയിൽ കുടിക്കാണ്ട് നമുക്ക് ബ്രെഡ് കിട്ടും. ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഫുള്ളിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് താഴ്ഭാഗം ആയി വരും. ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്ത് ആ ഭാഗവും മുകൾ ഭാഗം കൂടി നാക്കിയെടുത്ത് പെട്ടെന്ന് അങ്ങ് കോരിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈ ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും വരൂലേ. ഇപ്പോൾ അത് താഴ്ഭാഗം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ കളർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ 1-2 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്ക് തന്നെ ആയിട്ട് വരും. പെട്ടെന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറൊക്കെ അങ്ങ് മാറിപ്പോവേ. ഇനി വേഗം ആ ഒരു ഭാഗം കൂടി തന്നെ ആയി വന്നാൽ പെട്ടെന്ന് അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് 2 സൈഡും ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണേ. പെട്ടെന്ന് ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രീ ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ എല്ലാം ഇതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ഒരു സ്നാക്സാണ്. നോമ്പ് തുറക്കുന്ന ടൈമിലേക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ള ഭാഗമൊക്കെ നല്ല ഒരു ഫില്ലിങ്സോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു. അസ്സലാമു അലൈക്കും.